വെൽക്കം ടു ലൈഫ് ലൈൻ TV. ലൈഫ് ലൈൻ്റെ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി നിങ്ങൾക്കത് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ട് താഴെ സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ എപ്പോഴും പുതിയ വീഡിയോസ് ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടും. അത് പ്രയോജനപ്പെടുത്താം. ഇന്നത്തെ സബ്ജക്റ്റ് ലോ ഓഫ് ധർമ്മ. അപ്പോൾ ഈ ലോ ഓഫ് ധർമ്മ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നതിനകത്ത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് അധർമ്മം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മളെപ്പോഴെങ്കിലും അധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴല്ല പിന്നീട് എപ്പോഴാണെങ്കിലും ആ അധർമ്മത്തിൻ്റെ ഫലമായി നമുക്ക് അധർമ്മം സംഭവിക്കും. അപ്പോൾ അതാണ്. അപ്പോൾ എന്താണ് അപ്പോൾ ധർമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ ഒരു ഡ്യൂട്ടി ടു ഡിവൈൻ, നമുക്ക് ഈ പ്രപഞ്ചശക്തിയോടുള്ള നമ്മളുടെ കടപ്പാട് എന്ന് വേണേൽ പറയാം. അപ്പോൾ എപ്പോഴും നമ്മൾ നന്മ ചെയ്ത് കഴിഞ്ഞാൽ, നന്മ വിതച്ച് കഴിഞ്ഞാൽ ബൈബിളിൽ പറയുന്നതല്ലേ, നന്മ വിതച്ച് കഴിഞ്ഞാൽ നന്മ കൊയ്യും, നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ നിങ്ങൾ കൊയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ധർമ്മയെക്കുറിച്ച് റെസ്പോൺസിബിലിറ്റീസ് ടു ദ വേൾഡ്, ലോകത്തോട് നമുക്ക് അപ്പം നേച്ചറിനോടുള്ള റെസ്പോൺസിബിലിറ്റി, മാതാപിതാക്കളോടുള്ള റെസ്പോൺസിബിലിറ്റി, ഗുരുക്കന്മാരോടുള്ള റെസ്പോൺസിബിലിറ്റി, ഇങ്ങനെ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി, നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഫാമിലിയോട് റെസ്പോൺസിബിലിറ്റി, ഇങ്ങനെ നമുക്ക് പല രീതിയിൽ അതെടുക്കാം. അപ്പോൾ ഈ നമ്മളെപ്പോഴും ധർമ്മത്തെ രക്ഷിച്ചു കഴിഞ്ഞാൽ ധർമ്മം നമ്മളെ രക്ഷിക്കും എന്നുള്ള ആ ഒരു ഇത്. അപ്പോൾ നമ്മൾ ഈ പലപ്പോഴും നമുക്ക് ഈ പുരാണ കഥകൾ നമ്മൾ നോക്കുമ്പോഴെല്ലാം അതിനകത്തെല്ലാം ധർമ്മം പാലിക്കണം എന്നുള്ളതിന് വളരെ സാധാരണ ആൾക്കാരിലേക്ക് കഥകളിലൂടെ കൊടുക്കുകയാണ്. ഇപ്പോൾ മഹാഭാരതം എടുക്കുമ്പോഴത്തേക്കും ഭീഷ്മർ ചെയ്ത ധർമ്മം തെറ്റിച്ചത്, അദ്ദേഹം അധർമ്മം ചെയ്തത് സ്വയംവരത്തിന് വേണ്ടി നിന്നിരുന്ന 3 പെൺകുട്ടികളെ, അംബിക, അംബാലിക 3 പേരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി എന്നുള്ള അധർമ്മമാണ്. അപ്പോൾ ആ അധർമ്മത്തിൻ്റെ ഫലം അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. പിന്നീട് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വരുന്ന ദുരന്തങ്ങളുടെ പുറകിലുള്ള കഥ ഇതായിട്ട് നമുക്ക് വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ ദുര്യോധനൻ്റെ അധർമ്മത്തിൻ്റെ ഫലം പിന്നീട് യുദ്ധത്തിലൂടെ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ അധർമ്മം ചെയ്തു കഴിഞ്ഞാലും, പിന്നെ ഭാഗവതത്തിൽ വരുമ്പോഴത്തേക്കും പരിഷത്ത് മഹാരാജാവ് തപസ് ചെയ്തുകൊണ്ടിരുന്ന ഋഷിയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ എടുത്തിടുന്ന ആ അധർമ്മത്തിൻ്റെ ഫലമായി അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുരാണങ്ങളിൽ നോക്കുമ്പോഴത്തേക്കും ഈ ധർമ്മം ചെയ്ത ആൾക്കാർ, ധർമ്മം പാലിച്ചിട്ടുള്ളവർക്ക് എല്ലാ സ്ഥലത്തും ഒരു പ്രിവിലേജസ് കിട്ടുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ഹിന്ദു ഐഡിയോളജിയിൽ നമ്മളൊരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കൽ, അമ്പലത്തിൽ നമ്മൾ പൂജ ചെയ്യുക, ഇല്ലെങ്കിൽ അവിടെ ശരിക്കും അവിടെ കൊണ്ടുപോയി നമ്മളെന്തെങ്കിലും പൈസ കൊടുക്കുക, ഇല്ലെങ്കിൽ വെടിക്കെട്ട് ആചാരങ്ങൾ, ഇതിനൊക്കെ അപ്പുറത്തേക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ ഹിന്ദു ഫിലോസഫി, നമ്മളിപ്പം വേദങ്ങളും ബൈബിളും ഖുറാനും ഒന്നിച്ച് വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. അപ്പോൾ ഈ വേദങ്ങളുടെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ ആരായിരിക്കണം ഒരു ഐഡിയൽ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയി വഴിപാടുകൾ ചെയ്യുന്ന ആളല്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ പല സ്ഥലത്തും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അമ്പലങ്ങളിൽ പോയി വഴിപാട് ചെയ്യുന്നവരും അമ്പലങ്ങളിൽ പോയി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിളിച്ചു പറയുന്നവരെയും അവരെ വളരെ അവയർനെസ് കുറഞ്ഞ ആളായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതേസമയത്ത് ധർമ്മത്തിൽ ജീവിക്കുക, ധർമ്മം അനുഷ്ഠിക്കുക, ധർമ്മം പുനഃസ്ഥാപിക്കാനായി ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്ന യുഗങ്ങളായി മനുഷ്യൻ്റെ മനസ്സിലൂടെ ഈശ്വരശക്തി ഇത് സ്ഥാപിക്കാനായിട്ട്. അപ്പോൾ എവിടെ അനീതി നടക്കുന്നുണ്ടോ അവിടെ ശരിക്കും പറഞ്ഞാൽ ധർമ്മം നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഒരു ബസ്സിൽ പോകുമ്പോൾ ഒരു പെൺകുട്ടീനെ കുറച്ച് കാപാലികന്മാർ പിച്ച് ചിന്തുമ്പം അവിടെ നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതല്ല ധർമ്മം നമ്മളെപ്പോഴും അവിടെ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും യുദ്ധവും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യലും എല്ലാം ഒരുപക്ഷെങ്കിൽ ധർമ്മം പാലിക്കാനായിട്ട് ചെയ്യണം എന്നുള്ളതാണ്.
അപ്പോൾ ഈ ധർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളതാണ്, അതായത് റൈറ്റിയസ്നെസ് ആൻഡ് അപ്ഹോൾഡ് ആൻഡ് മെയിൻറ്റെയിൻ ആൻഡ് സപ്പോർട്ട് ദ റെഗുലേറ്ററി ഓർഡർ ഓഫ് ദ യൂണിവേഴ്സ്. അപ്പോൾ അതാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബൈബിളിൻ്റെ ഇതിൽ പറയുമ്പോഴും ഇല്ലെങ്കിൽ ഖുറാൻ്റെ ഇതിൽ പറയുമ്പോഴും എല്ലാം നമ്മൾ നന്മ ചെയ്യുന്നവന് നന്മ തന്നെ ലഭിക്കുന്നു. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും തന്ന ജഗദീശ്വരൻ, അപ്പോൾ ആ ഒരു നന്മ ഉയർത്തിപ്പിടിക്കുന്നവൻ എപ്പോഴും അനുഗ്രഹിക്കുന്നു എന്നുള്ള ഒരിതിലാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത് മനസ്സിലാകാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് കഥകളിലൂടെ, അമ്പലങ്ങളുടെ ഒറിജിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ധർമ്മങ്ങൾ കഥയിലൂടെ, പുരാണങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ളത് കലയായിട്ട് സാധാരണ ആൾക്കാരിലേക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ഒരു ആലയം പോലെ ആയിരുന്നു ആദ്യമായിട്ട് അമ്പലങ്ങൾ വരിക. അവിടെ ഈശ്വരൻ്റെ ഒരു സങ്കല്പ പ്രതിഷ്ഠയായിട്ടാണ് വിഗ്രഹങ്ങൾ വരുന്നത്. പിന്നീട് അവിടുത്തെ ഈ വിദ്യ പകർന്നു കൊടുക്കുന്ന ഭാഗം കുറഞ്ഞു വന്ന് വഴിപാടും വിഗ്രഹങ്ങളിലേക്കും മാത്രം വരുന്ന ഒരിതിലേക്ക് നമുക്ക് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കുട്ടിയോടും ഒരു ഹിന്ദു എന്തായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ധർമ്മം അനുഷ്ഠിക്കുന്നവനാണ്, അതായത് ധർമ്മം പരിപാലിക്കുന്നവനാണ് യഥാർത്ഥ ഹിന്ദു. അപ്പോൾ സനാതന ധർമ്മത്തിന് അതിനകത്ത് മുഖ്യമായ പങ്കുണ്ട് എന്ന് വേണം നമുക്ക് എളുപ്പത്തിൽ, വളരെ ചുരുക്കത്തിൽ, ഒരുപാട് വളച്ചുകെട്ടില്ലാതെ പറയാനായിട്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ധർമ്മം അനുഷ്ഠിക്കാനായിട്ട് കഴിയട്ടെ. നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാം ധർമ്മമാകട്ടെ, ശുഭമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ധർമ്മം ചെയ്തില്ലെങ്കിൽ, ധർമ്മം അല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ തിന്മയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് ലോ ഓഫ് കർമ്മ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ത്യക്ക് പുറത്തുള്ളതാണെങ്കിലും ശരി, നീ വിതയ്ക്കുന്നത് നീ കൊയ്യും. അപ്പോൾ അവിടെ നമുക്ക് പല വിധത്തിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട്. പുണ്യം ചെയ്യുന്നവനും തിന്മ ചെയ്യുന്നവനും തമ്മിലുള്ള വ്യത്യാസം. അവിടെ ഒരു ആക്ച്വലി ഈ ലോ ഓഫ് കർമ്മ സംഭവിക്കുന്നത് ഈ കാർമിക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ കാർമിക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സത്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നു, നമ്മുടെ ധർമ്മം പാലിക്കുന്നു. ധർമ്മം പാലിച്ച് നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദുരന്തം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഉടനെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരുപാട് സഹായങ്ങൾ എത്തിക്കുന്നു. അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ആരും നോക്കാനില്ലാതെ വഴി സൈഡിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ പട്ടി കടിക്കാതിരിക്കാൻ നമ്മൾ അതിനെ എടുത്ത് പരിപാലിക്കുന്നു. മൃഗങ്ങളെ അല്ലെങ്കിൽ ജീവികളെ നമ്മൾ അപകടത്തിൽപ്പെടാതെ പരിപാലിക്കുന്നു. ഇതിനകത്തെല്ലാം നമുക്കുണ്ടാകുന്നു എന്ന് പറയപ്പെടുന്നത് ഒരു കാർമിക് ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ നമ്മളൊരു ബാങ്കിൽ നമുക്ക് ഡിപ്പോസിറ്റ് പോലെ നമ്മൾ ചെയ്യുന്ന ഈ പോസിറ്റീവായിട്ടുള്ള കാർമിക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. അപ്പോൾ ഈ കാർമിക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അപ്പോൾ അത് നമുക്ക് പല വിധത്തിലെടുക്കാം. നമ്മൾ പിന്നെ വീട്ടിൽ കുടുംബത്തിൽ നന്മ ചെയ്യുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് കുടുംബത്തിനകത്ത് നമ്മൾ സത്കർമ്മയാണോ ചെയ്യുന്നത്, കുഞ്ഞുങ്ങളോട് സത്കർമ്മയാണോ ചെയ്യുന്നത്, അപ്പോൾ അവിടെ കാർമിക് ഇൻവെസ്റ്റ്മെൻ്റ് ആണോ, നമ്മുടെ പേരൻസിനോട് ഉള്ള കാർമിക് ഇൻവെസ്റ്റ്മെൻ്റ് ആണോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, അപ്പോൾ കാർമിക് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺസ്, പിന്നെ ആ ഇൻവെസ്റ്റ്മെൻറ്റും റിട്ടേൺസും നമുക്ക് ഒന്നിച്ച് ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടും എന്നുള്ള രീതിയിലെടുക്കാം. ഇപ്പോൾ കാർമിക് ഡെറ്റ് ആണെങ്കിൽ നമ്മൾ തിന്മ ഒരുപാടാണ്, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് തിന്മയാണ് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ, തിന്മ ചെയ്യുന്നൊരു ഹാബിറ്റായി പോയിട്ടുണ്ട്, തിന്മയാണ് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഫലമായി അതും നമുക്കൊരു ബാഡ് കാർമിക് ലയബിലിറ്റീസ് വരുവാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു തിക്തഫലമായിരിക്കാം നമുക്ക് തിരിച്ച് കിട്ടുന്നത്. ഇപ്പോൾ ഇതിനൊരു നിങ്ങൾ കേട്ടിട്ടുള്ള റഷ്യൻ കഥയുണ്ട്. പിതാവ് വളരെ പ്രായമായിട്ടും പിതാവിനെ വളരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പിതാവ് മരിക്കുന്നില്ല. അപ്പോൾ ഈ പിതാവിൻ്റെ വളരെ പ്രായമായ മനുഷ്യൻ കാരണം ഇദ്ദേഹത്തിൻ്റെ മകന് ഭംഗിയായിട്ട് കൃഷിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും ഇദ്ദേഹത്തിന് കടന്ന് ഞരങ്ങുക മൂളുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ നാളുകളും വർഷങ്ങളും വെയിറ്റ് ചെയ്തിരുന്നിട്ടും ഇദ്ദേഹം മരിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇദ്ദേഹത്തെ ജീവനോട് തന്നെ കുഴിച്ചിട്ടേക്കാമെന്ന് വിചാരിച്ച് ഇദ്ദേഹത്തിൻ്റെ യുവാവായ പുത്രൻ പോയി ഒരു വലിയ കുഴിയെടുക്കുകയാണ്. അപ്പോൾ ആ കുഴിയെടുക്കുമ്പോൾ തൊട്ടടുത്ത് പോയി, ഒരു റഷ്യൻ കഥയായിട്ട് അത് പറയാറുണ്ട്, തൊട്ടടുത്ത് ഇയാളുടെ മകൻ ഒരു ചെറിയ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് വന്ന് വേറൊരു കുഴി കുത്തിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇയാൾ ഈ പിതാവിനെ കുഴിച്ചിടാനുള്ള കുഴിയൊക്കെ തീർന്നു കഴിഞ്ഞ് ചോദിച്ചു, നീ എന്താ ചെയ്യുന്നതെന്ന് മോൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല പിന്നെ എൻ്റെ പിതാവിനെ കുഴിച്ചിടാൻ ഞാൻ ഇപ്പോഴേ തന്നെ അങ്ങ് കുഴി കുത്തി തുടങ്ങുമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ എന്താണോ ചെയ്യാൻ തുടങ്ങിയത്, ആ കാർമിക് ഡെറ്റ് ബാധ്യത നമുക്ക് അവിടെ തന്നെ വേറൊരു വിധി തുടങ്ങാനായിട്ട് പറ്റിയപ്പോഴത്തേക്കും ഒരു റിയലൈസേഷൻ വന്നു, റഷ്യൻ കഥയ്ക്കകത്ത് മാറി എന്നുള്ളതാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് അപ്പോൾ എപ്പോഴും നമ്മൾ കൈൻഡ്നെസ് കമ്പാഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതെല്ലാം നമുക്ക് കാർമിക് ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ ഈ ഗുഡ് കർമ്മ ആൻഡ് ബാഡ് കർമ്മ എന്ന് പറയുന്നത്, കർമ്മ എന്ന് പറയുന്നൊരു നമുക്ക് സംസ്കൃതത്തിലൊരു വേർഡാണെങ്കിലും ഇതിനെ നമുക്കൊരു യൂണിവേഴ്സൽ വാക്കായിട്ട് കാണാം, നന്മയും തിന്മയും. അപ്പോൾ ഇതിനൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡെലിബറേറ്റ്ലി ക്രൂവലായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ ഉപദ്രവിക്കുന്നു, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ ശക്തിയില്ലാത്ത ആൾക്കാർ, അശരണരായിട്ടുള്ളവരെ, ചില അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ താഴെയുള്ള അധികാരമില്ലാത്തവരെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സ് ആയിരിക്കാം, അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെയോ ജനങ്ങളെയോ മൃഗീയമായിട്ട് ഉപദ്രവിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അത് അവർക്കൊരു കാർമിക് ഡെറ്റായി മാറുന്നു. അറ്റ് ദ സെയിം ടൈം നമുക്കൊരു ഒഫീഷ്യൽ പൊസിഷനുണ്ട്, പവറുണ്ട് കയ്യിൽ, അതൊരു നന്മ ചെയ്യാനായിട്ട്, ഒരുപാട് നന്മ ചെയ്യാനായിട്ട് വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആ നന്മയ്ക്ക് വേണ്ടി തന്നെ വീണ്ടും 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 നമുക്കത് ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും നമുക്കൊരു കാർമിക് ഇൻവെസ്റ്റ്മെൻറ്റാണ്, പോസിറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റാണ് വരുന്നത്. അപ്പോൾ ബൈബിളിൽ പറയുന്നത് വാട്ട് യു സോ ഈസ് ദാറ്റ് യു റീപ്പ്, നമ്മൾ എന്ത് വിതയ്ക്കുന്നോ അത് നമ്മൾ കൊയ്യും. അപ്പോൾ ഇതൊരു കാർമിക് റൂളാണ്. അപ്പോൾ വാട്ട് യു ഗീവ് ദാറ്റ് യു ഗെറ്റ് ബാക്ക്, നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് നമ്മളിലേക്ക് വരും. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ, കരുണ കൊടുത്തു കഴിഞ്ഞാൽ, എൻകറേജ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് തന്നെ പലിശയോടുകൂടി ഇല്ലെങ്കിൽ അതിന് വർദ്ധിച്ച തോതിൽ മറ്റൊരു സ്ഥലത്ത് നമുക്ക് കിട്ടാൻ തുടങ്ങും. അതേസമയത്ത് നമ്മൾ തിന്മ മാത്രമേ പ്രദാനം ചെയ്തിട്ടുള്ളൂ, നമുക്കത് മാത്രമേ കൊടുക്കാൻ പറ്റിയിട്ടുള്ളെങ്കിൽ നമുക്ക് ആ തിന്മ മാത്രമേ ജീവിതത്തിലുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നമുക്കപ്പോൾ അതുകൊണ്ട് ഈ ധർമ്മ ആൻഡ് കർമ്മ, അപ്പോൾ ഈ കർമ്മ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് പല ഭാഗങ്ങളായിട്ടൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അഗാമി കർമ്മ എന്നൊക്കെ പറഞ്ഞ് പല ഭാഗങ്ങളായിട്ട് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേങ്കിൽ കോംപ്ലിക്കേറ്റ് ചെയ്യാതെ വളരെ നിസ്സാരമായിട്ട് പറയുമ്പോഴത്തേക്കും ഈ ഒരു നന്മ കൊടുക്കുക, നന്മ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക, നമ്മുടെ കാർമിക് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും. ആൻഡ് തിന്മ കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാർമിക് ഡെറ്റ് കൂടും. പക്ഷേ നമ്മൾ പ്രപഞ്ചത്തോടുള്ള ഡ്യൂട്ടി, നമ്മുടെ റൈറ്റ് ഡ്യൂട്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ധർമ്മയാണ് ചെയ്യുന്നത്. അപ്പോൾ ബുദ്ധിസത്തിലാണെങ്കിലും ശരി, ആൻഡ് വേദങ്ങളുടെ ബേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരി, നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാന കാര്യം ധർമ്മ ചെയ്യുക, അധർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള, എല്ലാത്തിൽ നിന്നും പഠിക്കാനായിട്ടുള്ള ഏറ്റവും കൂടുതലായിട്ട് കിട്ടുക. അപ്പോൾ നിങ്ങളെല്ലാം ധർമ്മം ചെയ്യുന്നവരും കാർമിക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആൾക്കാരുമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ലൈഫ് ലൈൻ്റെ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി നിങ്ങൾക്കിത് സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ട് താഴെ സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ എപ്പോഴും പുതിയ വീഡിയോസ് ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടും, അത് പ്രയോജനപ്പെടുത്താം.